സാധനം ഞാൻ തരാം. വേണ്ട വേണ്ട വേണ്ട, വെച്ചോ 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 വെച്ചോ. ഇൻഫിനിറ്റി പെൻഡന്റും പവർ ഉണ്ടെന്ന് മറക്കരുത്. ഇതെന്താ ഇവിടെ പെർഫോമൻസിന് ഇന്നലെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അടക്കം മേടിച്ചതാണ്. അപ്പൊ ഒരു വിലയുമില്ലാതെ ഈ ഷോയ്ക്ക് ഒരു വിലയില്ലാതെ ആ നിസ്സാരമായിട്ട് അത് കൊടുക്കാന്ന് പറയാണ്. അന്നാ കൊടുക്ക്, കൊടുക്കാന്നല്ലേ പറഞ്ഞു. കൊടുത്തിട്ട് ഇറങ്ങി പോകൂ. കൊടുക്കൂ. പെൻഡനുള്ള നിങ്ങൾ സേഫ് അല്ലേ? അതുകൊണ്ട് പൊക്കോളൂ. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പെൻഡനുള്ളവന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? പുറത്തു പോകൂലടാ. നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ കേട്ടാൽ മാത്രമേ വല്ലോ നടക്കുള്ളൂ. എന്താ ഫിസിക്കലി അറ്റാക്ക് ചെയ്യല്ലേ? ബോക്സ് പൊട്ടിയാ എല്ലാരും ഔട്ടായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഒരു ഡിസിഷനിലോട്ട് എത്താട്ടോ. നമ്മളിപ്പോ 5 പേരാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Yes, stop it. ഓക്കെ, ഇതിലിപ്പോ 5 ടീം, അവിടെ 3 ആൻഡ് ഇവിടെ 2, 5 ടീം നമ്മുടെ റൂൾ ബേസ് ചെയ്തിട്ട് തന്നെ 3 മെമ്പേഴ്സ് ഈച്ച് ആണ് നിൽക്കുന്നത്. ഈ ഒരു ടീമിൽ മാത്രമാണ് 5 പേര്. ടാസ്ക് എന്താ അനൗൺസ് ചെയ്തേ? ഒരു ബോക്സിൽ പറയുന്ന നമ്പർ വെച്ചിട്ട് വന്ന് നിൽക്കുക. എന്നിട്ട് അതിനുശേഷം എന്നിട്ട് കൺവിൻസ് ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും കൺവിൻസ് ചെയ്തോ? ഞാൻ ഇവരെ രണ്ടുപേരെ കൺവിൻസ് ചെയ്തു. എന്ത് പറഞ്ഞ കൺവിൻസ് ചെയ്തേ? അല്ല, ഷാമോൻ എന്ത് പറഞ്ഞ? 5 പേരുണ്ടല്ലോ അതിനകത്ത്. ഒരുപക്ഷെ അടുത്തത് എനിക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. എനിക്ക് ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരുള്ള സേവ് ചെയ്യാൻ പറ്റുമെന്നാവും. ഈ പെൻഡന്റിന്റെ പവർ എന്താണെന്ന് ഷാമോൻ എങ്ങനെ അറിയാം? അറിയില്ല. അങ്ങനെ ഇവരെ സേവ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഞാൻ ചെയ്യും. എങ്ങനെയാണ് സാർ ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് 2 പവർ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ടീമിലുള്ള 5 പേർക്കിടയിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവണം. ആ ഡിസ്കഷനിൽ നിന്ന് ആര് പുറത്തു പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. മെജോറിറ്റി എടുക്കാം ഞങ്ങള്. പ്രണവ്, ഷാമോൻ, തീരുമാനം മതി. ഡിസ്കഷൻ ആവശ്യത്തിലധികം സമയം തന്നു. തീരുമാനം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങുന്നു. 5 സെക്കൻഡിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ ഇറങ്ങും. ഞാനും ഇറങ്ങാം. 3 പേര് ഇറങ്ങിയല്ലേ എങ്ങനെയാ വീണ്ടും? പിന്നെ എല്ലാരെയും ഡിസ്ക്വാളിഫൈ ചെയ്തൂടെ? ഓക്കെ, ഇനി രാകേഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രാകേഷ്, ഇത് മനോഹരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാനുള്ള ഒരു ഗെയിമിൽ രാകേഷ് എന്താ ചെയ്ത് ഇവിടെ വന്നിട്ട്? ഞാൻ ഇങ്ങോട്ട് ചാടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാകേഷിനോട് പറഞ്ഞു, രാകേഷ് മനോഹരമായിട്ടാണ്, ഫെയർ ആയിട്ടാണ് രാകേഷ് തന്റെ ഫിസിക്ക് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഗെയിമിൽ ഞങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കഴുത്തിൽ ആ പെൻഡന്റ് കിടക്കുന്നത്. അതേ ആള് അവിടെ ഒരു പെൺകുട്ടിയോട് പിടിച്ചുള്ളത് കണ്ടു, അവിടെ പോയിട്ട് ആ കൊച്ചിന്റെ കാലെ പിടിച്ചു വലിക്കുന്നത് കണ്ടു, ഇവിടെ ഇവരെ പിടിച്ചുള്ളത് കണ്ടു. പ്രവീണിനോട് അവിടുന്ന് ഇറങ്ങാൻ ആരെങ്കിലും പറഞ്ഞോ? പിന്നെ മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്നു, പ്രവീണിനെ സപ്പോർട്ട് ചെയ്ത്. യു ആർ ഗോയിങ് ടു ദ ഔട്ട് ഹൗസ്. ആർ യു ക്രേസി? നാളെ വീട്ടിൽ പോവാ. യു ഓക്കെ? തർക്കത്തിലേക്ക് പോയപ്പോ ഇത് ഇതാണ്. This is Big Boss talent. Go home. Do you want one chance to convince anybody to step out? ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കൊന്ന് കാണണം. അകത്ത് കയറാൻ പറ്റില്ല, കൺവിൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഡന്റ് ഉള്ളതാണ്. ഓക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നന്നായിരിക്കും. കാരണം ഞാൻ ആ ഒരു ഇതിൽ ഇറങ്ങി വന്നു. കാരണം അവിടെ തർക്കമോ കാര്യങ്ങളോ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഞാനൊരു സ്ട്രാറ്റജിക്കലി തീരുമാനം എടുക്കുവാണ്. പറഞ്ഞോളൂ. ഞാൻ ഇപ്പോ പ്രവീണിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇറങ്ങുന്നു. താങ്ക് യു. യു കൻ സ്റ്റെപ്പ് ഔട്ട്. പ്രവീൺ, യു കൻ സ്റ്റെപ്പ് ഇൻ.